സ്കൂൾ വിദ്യാർത്ഥി ആദിത്യനെ മർദ്ദിച്ച സംഭവം SC/ST സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ മുനമ്പം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. KPMS ജനറൽ സെക്രട്ടറി ബാബു കലാശാല ഉദ്ഘാടനം ചെയ്യും. ഞാറയ്ക്കൽ മഞ്ഞനക്കാട് സ്വദേശി സജീവിന്റെ മകനും കോട്ടയം GB രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിയുമായ ആദിത്യനെ 15-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ പ്രതികളെ പോലീസ് സംരക്ഷിക്കുമെന്ന് ആരോപിച്ചാണ് പറവൂരിൽ പ്രവർത്തിക്കുന്ന മുനമ്പം ഡിവൈഎസ്പി ഓഫീസിലേക്ക് പട്ടികജാതി പട്ടികവർഗ സംയുക്ത വേദി മാർച്ച് നടത്തുന്നത്. നാട്ടിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ആദിത്യനുൾപ്പെടുന്ന ടീം വിജയിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ആദിത്യനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ടർഫിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതെന്ന് SC/ST സംയുക്ത വേദി നേതാക്കൾ പറഞ്ഞു. ക്രൂരമായ മർദ്ദനത്തിനിരയായ ആദിത്യൻ ഇപ്പോഴും ചികിത്സയിലാണ്. വിഷയത്തിൽ കേസെടുത്ത ഞാറയ്ക്കൽ പോലീസ് പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയാണ് ചെയ്തതെന്നും സംയുക്ത വേദി നേതാക്കൾ പറഞ്ഞു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി ഈ കേസിൽ യാതൊരുവിധ അന്വേഷണവും ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് SC/ST സംയുക്ത വേദി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ 14 ചൊവ്വാഴ്ച രാവിലെ 10 ആരംഭിക്കുന്ന മാർച്ച് KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു കലാശാല ഉദ്ഘാടനം ചെയ്യും. പറവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ SC/ST സംയുക്ത വേദി ജനറൽ കൺവീനർ VS രാധാകൃഷ്ണൻ, വൈസ് ചെയർമാൻ പ്രശോഭ് ഞാവേലി, കൺവീനർമാരായ NG രതീഷ്, KS ശ്രീരാജ്, MK വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ അഡ്മിറ്റാക്കിയതിന് ശേഷം 27-ാം തീയതി തന്നെ ആദിത്യൻ്റെ പിതാവ് സാജു തൻ്റെ മകനെ ഇന്നത് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ പട്ടികജാതിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പോലീസ് അനങ്ങിയില്ല. 28-ാം തീയതി വൈകിട്ട് 4 മണിയോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം സർക്കിളിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് വൈകിട്ട് വന്ന് മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തിയപ്പോഴും പറഞ്ഞു കൊടുത്ത പലതും രേഖപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടുകളോ ഇതിൻ്റെ അന്വേഷണമോ ഞാറയ്ക്കൽ പോലീസ് നടത്താൻ തയ്യാറായില്ല. പിന്നീട് അഖിലവൈപ്പിൻ പുനഃവംശോദ്ധാരണ സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്ന സമയത്താണ് 1-ാം തീയതി 2 കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അവർ 18 വയസ്സിൽ താഴെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരു SBR റിപ്പോർട്ട് തയ്യാറാക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലേക്ക് അയച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഈ CCTV അപ്പോഴേക്കും അവിടെ നിന്ന് പോലീസ് എടുത്തിട്ടുണ്ട്, നമ്മൾ കൊടുക്കുകയും ചെയ്തു ഇതിലുള്ള ആളുകൾ. അങ്ങനെയാണ് ഇവർ പോയിട്ട് 2 പേരെ എടവനക്കാടുള്ളവരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടാണ് FIR 1-ാം തീയതിയാണ് രജിസ്റ്റർ ചെയ്യണത്. 748/2025 ആ FIR രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ കിഡ്നാപ്പ് പറഞ്ഞിട്ടുണ്ട്, തട്ടിക്കൊണ്ടുപോയി പറഞ്ഞിട്ടുണ്ട്, 7 കൊല്ലം വരെ ഇടാവുന്ന. പക്ഷേ ഈ പ്രതികൾക്ക് അപ്പോൾ തന്നെ സ്റ്റേഷൻ ജാമ്യം നൽകി ഞാറയ്ക്കൽ പോലീസ് വിട്ടയച്ചു. പിന്നീട് ഈ കേസിനെക്കുറിച്ച് യാതൊരു അന്വേഷണവുമില്ല. അങ്ങനെ ഞങ്ങൾ ഇടപെടുകയും അവിടെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടുകയുണ്ടായി. ആദ്യമായിട്ട് CPM ആണ് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ സമ്മേളനം നടത്തി ഈ പ്രതികളെ പൂർണ്ണമായിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിനുശേഷം CPI നടത്തി, പിന്നീട് കോൺഗ്രസ് നടത്തി. ഞങ്ങൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണവും കൃത്യമായ മൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദിത്യൻ്റെ പിതാവും സംയുക്ത വേദിയും SP, DGP, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകുകയും DYSP ജയകൃഷ്ണനെ വന്ന് കാണുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല. ഇതിനെ തുടർന്ന് ജൂലൈ മാസം 17-ാം തീയതി വൈപ്പിൻ SC/ST സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയുണ്ടായി. അപ്പോഴും പറഞ്ഞ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അപ്പോഴാണ് ഞങ്ങൾ ഈ കേസിൽ പോലീസ് ചെയ്തിട്ടുള്ള അനാസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കണം. 14 വയസ്സ് മാത്രം പ്രായമുള്ള ആദിത്യനെന്ന് പറയുന്ന പയ്യനെ ആക്രമിച്ച പ്രായപൂർത്തിയായ പ്രതികളെ, കസ്റ്റഡിയിലെടുത്ത പ്രതികൾക്ക് പോലും JJ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75-ാം വകുപ്പ്, അത് ഭരണഘടന അനുശാസിക്കുന്ന നിയമമാണ്. ഭരണഘടന അനുസൃതമായി ഉണ്ടാക്കിയിട്ടുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ 75-ാം വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതാണ്. പട്ടികവർഗ പീഡന നിരോധന നിയമം 2ാമത് വരുന്ന കാര്യമാണ്. പക്ഷേ ഒരു കുട്ടികളെ ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ട് ഉടേണ്ട നിയമമാണ് ബാലനീതി നിയമം.
പക്ഷേ ഇവിടെ പ്രതികൾക്ക്, പ്രായപൂർത്തിയാകാത്ത പ്രതികൾക്ക് ബാലനീതി നിയമം ബാധകമാക്കുകയും അവർക്ക് അതിൻ്റെ സംരക്ഷണം പോലീസ് ഒരുക്കുകയുണ്ടായി. അപ്പോൾ പോലീസിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ച് അറിയാൻ പാടില്ലാണ്ടല്ല. പക്ഷെ 14 വയസ്സുള്ള ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ് ആകുമ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ആ പ്രതികൾക്കെതിരെ JJ ആക്ട് ഈ FIRൽ അവർ ഉൾക്കൊള്ളിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഷൻ ജാമ്യം നൽകി വിടുന്നത്. ഈ സ്റ്റേഷൻ ജാമ്യം നൽകി വിടാൻ വേണ്ടിയിട്ടാണ് JJ ആക്ട് ഇവർ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിൽ ഈ BNS 354 പറയുന്നുണ്ട്, തട്ടിക്കൊണ്ടുപോകൽ 7 കൊല്ലം തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന വകുപ്പാണ്. JJ ആക്ട് പറയുന്നത് കുട്ടികളെ ഇത്തരത്തിൽ ആക്രമിച്ചാൽ 7 കൊല്ലം വരെ തടവ് ലഭിക്കാവുന്ന, ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്താൽ JJ ആക്ട് പ്രകാരം അത് ഗ്രേവിയസ് ഒഫൻസ് ആണെന്ന് സെക്ഷൻ 2 അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗ്രേവിയസ് ഒഫൻസായി മാറും. മജിസ്ട്രേറ്റിന് പോലും ജാമ്യം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പ്രതികളെ സംരക്ഷിക്കാൻ ആ JJ ആക്ട് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതിയല്ല. അപ്പോൾ ഇത് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകൂല. ഞങ്ങൾ കേസ് എടുത്തിട്ടുണ്ട്, 7 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പോലീസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ DGPക്കും മുഖ്യമന്ത്രിക്കും സംയുക്ത വേദി ഒരു പരാതി നൽകി. അപ്പോഴാണ് DGP 18/8 SP-യോട് നിർദ്ദേശിച്ചു. കാരണം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി മുഖ്യമന്ത്രി കർശന നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് DGPക്ക് കൈമാറിയപ്പോൾ DGP DYSP റാങ്കിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ച്, കൃത്യമായി അന്വേഷിപ്പിച്ച് നടപടി സ്വീകരിച്ച് പരാതിക്കാരനായിട്ടുള്ള SC/ST സംയുക്ത വേദിയുടെ ജനറൽ കൺവീനർക്ക് അവരുടെ ഇമെയിലിൽ തന്നെ മറുപടി നൽകണമെന്ന് പറഞ്ഞ് 18/8 നൽകുകയും 19-ാം തീയതി എറണാകുളം റൂറൽ SP മുനമ്പം DYSP ജയകൃഷ്ണനെ ചുമതലപ്പെടുത്തി ഉത്തരവിട്ട് 19/8 കിട്ടിയിട്ട് ഇന്ന് 11/10 യാതൊരുവിധ നടപടിയും മുനമ്പം DYSP കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. കാരണം ഈ FIR രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥനെയും അതിൻ്റെ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥനായിട്ടുള്ള ഞാറക്കൽ സർക്കിളിനെയും സംരക്ഷിക്കാൻ മുനമ്പം DYSP ഈ സാധനത്തിന് മീതെ DGPയും മുഖ്യമന്ത്രിയും SP-യും നിർദ്ദേശിച്ചിട്ട് പോലും അട്ടിപ്പേറായി അടയിരിക്കുന്നതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ 14-ാം തീയതി മുനമ്പം DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതിന് തയ്യാറായതിന് കാരണം. അതുകൊണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ടർഫിൽ നടന്നിട്ടുള്ള ഫുട്ബോൾ മാച്ചിൽ 2 മത്സരങ്ങളിൽ 20ഓളം ഗോളടിച്ച ഈ എതിർ ടീമിൻ്റെ ഒറ്റ ഗോൾ പോലും ഗോൾ വലയത്തിലാക്കാതിരുന്ന ഗോളിയായിരുന്നു ആദിത്യൻ. ആ മിടുക്കിലാണ് അവന് GV രാജ സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കണം. ഇങ്ങനെ ഗോളടിപ്പിച്ചില്ല എന്നുള്ള വൈരാഗ്യമാണെന്ന് അവർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്, പിടികൂടപ്പെട്ട പ്രതികൾ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലിത് അനുവദിച്ചുകൂടാ. കാരണം ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കും, കലാകായിക മത്സരം നടക്കും. അതിൽ പരാജയപ്പെടുന്നവർ വിജയികളെ തേടിപ്പിടിച്ച് തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് ഈ തുടക്കത്തിൽ തടയിട്ടില്ലെങ്കിൽ, ഇതാണ് ഇതിലൊരു സാമൂഹ്യ പ്രശ്നം. അതിനെയാണ്, ആ പ്രതികളെയാണ് പോലീസ് സംരക്ഷിക്കുന്നത്. ഇത് മറ്റ് പല മേഖലകളിലും ഇത് വളർന്നു പന്തലിച്ചാൽ നമ്മുടെ നാടിന്, അതൊരു പട്ടികാധികാരൻ്റെ വിഷയമായിട്ടല്ല ഇതിനെ നമ്മൾ കാണണം, ഇതൊരു സമൂഹത്തിൻ്റെ വിഷയമാക്കി ഈ വിഷയത്തെ കാണണമെന്നും അത് ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ സമരത്തിൻ്റെ ഈ ന്യായമായ ആവശ്യങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറവൂരത്തെ മാധ്യമ ലോകം ഞങ്ങളുടെ ഈ മുനമ്പം DYSP ഓഫീസ് മാർച്ച് അടക്കമുള്ള പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. ആ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. ഇതിനകത്ത് ഞങ്ങൾ ഉയർത്തുന്ന തികച്ചും ന്യായമായ വിഷയത്തിൽ ആദ്യ സമരത്തിൽ വൈപ്പിങ്കരയിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ മാത്രമാണ് ഈ സമരത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഈ സമരത്തിൻ്റെ ഞങ്ങൾക്ക് വലിയ പിന്തുണ എല്ലാവരും നൽകുന്നുണ്ട്. അതാരെയും ഞങ്ങൾ മാറ്റി നിർത്തുന്നത്, എല്ലാവരും പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉദ്യോഗസ്ഥർക്കുണ്ടായ ഒരു അലംഭാവമാണ് ഈ പ്രശ്നത്തിൽ ഇത്രയും ഇങ്ങനെ വലിച്ചിഴച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അങ്ങനെ ഒരു അലംഭാവം ഉണ്ടായതിനെ പിന്നെ കൂടുതൽ
പ്രശ്നങ്ങളില്ലാതെ അതിനെ എങ്ങനെ ലഘൂകരിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഈ സമരത്തിനകത്ത് ഞങ്ങളെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് KPMSൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ബൈജു കലാശാലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൽ അഭിവാദ്യ പ്രസംഗം നടത്തുന്നത് KLCAയുടെ ലാറ്റിൻ കാത്തോലിക് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട്, ബിജു ജോസി. അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. SNDP യൂണിയൻ്റെ വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ശ്രീ TG വിജയൻ, അതുപോലെ തന്നെ സാൻജോപുരം സെൻറ്റ് ജോസഫ് പള്ളിയുടെ വികാരി ജെയിംസ് പനവേലിൽ അടക്കമുള്ള പുരോഹിതരും സമുദായ പ്രസ്ഥാനങ്ങളും മറ്റ് സമുദായങ്ങൾ കൂടെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കം ദിവസങ്ങളിൽ തയ്യാറാക്കിയതുകൊണ്ടാണ് എല്ലാവരുടെയും പേരുകൾ വരാത്തത്. കൂടുതൽ സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാവരും ഞങ്ങളുടെ ഈ ന്യായമായ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. വൈപ്പിൻകര മുഴുവൻ ഈ ഒരു ആവശ്യത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഒരു സത്യം പുറത്തു കൊണ്ടുവരുവാനും ഈ അന്വേഷണം കൃത്യമായ നിലയിൽ കൊണ്ടുപോകാനും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുവാനും ഈ സമരത്തെ പ്രാപ്തമാക്കാൻ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വേണം